ജെസ്സി ഫുഡ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണിലെത്തിയിട്ടുണ്ട്. ഒരു 5:45 എത്തിയിട്ടുണ്ട്. അന്നേരം മുട്ടക്കറിയും നൈസ് പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. ആദ്യം തന്നെ കറികളൊക്കെ റെഡിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പൊടി വാട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ച് അതും കൂടെ വാട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ പൊടി വാട്ടിയെടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കറിക്കുള്ളത് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും പിന്നെ ഇതിലേക്കുള്ള അരപ്പും കൂടി റെഡിയാക്കി എടുക്കാം. അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും ചെറിയ ഉള്ളിയും വലിയ ജീരകം കൂടെ ഇട്ടിട്ട് കുറച്ച് പച്ചമുളകും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറി വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാൻ അരക്കണിയിലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നൈസ് പത്തിരിക്കുള്ളതൊക്കെ പ്രസ് ചെയ്ത് പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ കറിയും കൂടെ ഇവിടെ വേവായിട്ടുണ്ട്. ഇന്ന് സ്കൂളിൽ കൊണ്ട് തന്നെ നേരത്തെ തന്നെ ചായയും കടിയൊക്കെ റെഡിയാക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ മുട്ട പുഴുങ്ങിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും അരച്ചതും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കറിയുടെ പണി ഏകദേശമൊക്കെ തീർന്നു. ഇനി ഇത് വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ടും കൂടി ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് വറവിട്ടെടുക്കാനുള്ളതും കൂടി റെഡിയാക്കിയിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ പത്തിരി തവ വെച്ചിട്ട് 4 ഒരുമിച്ചൊക്കെ ചുട്ടെടുക്കണോണ്ട് തന്നെ വേഗം നമുക്ക് പത്തിരി ചുടുന്ന പണി തീർന്നു കിട്ടും. അങ്ങനെ പത്തിരി ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ചായയും കൂടെ കുടിച്ചിട്ടുണ്ട് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ പത്തിരി പരത്തി ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാണ്ടാവും. ഒക്കെ കേകലും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മുറ്റടിക്കാനാട്ടോ പോണത്. മുറ്റത്ത് തന്നെ നല്ല ഇല ഉണ്ടാവും. മുറ്റത്ത് 2 മാവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ സമയം മുറ്റടിക്കാണ്ടാവും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ സാമ്പാർ റെഡിയാക്കാൻ വിചാരിച്ച് ഉള്ള കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊരു സാമ്പാർ റെഡിയാക്കിയതാട്ടോ. കൂടുതൽ സാമ്പാർക്ക് വേണ്ട അത്യാവശ്യത്തിന് വേണ്ട കഷ്ണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ടിട്ട് ഒരു സാമ്പാറാക്കാൻ വിചാരിച്ചു. അങ്ങനെ സാമ്പാറിനുള്ള പരിപ്പും കഷ്ണങ്ങളും എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടോ വേവിച്ചിട്ട് എടുക്കുന്നത്. ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെണ്ടയും മുരിങ്ങാക്കായും മാത്രം ഇപ്പോൾ ഈ സമയത്ത് ഇതിലിടൂല. ബാക്കിയൊക്കെ ഞാൻ ഒന്നിച്ചിട്ടിട്ടാണ് വേവിച്ചിട്ടെടുക്കുക. ആവശ്യത്തിനുള്ള പുളിയും കൂടെ ഒഴിച്ചിട്ടാണ് വേവിച്ചിട്ടെടുക്കുക. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാൻ മുരിങ്ങാക്കായ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോഴേക്കും മീനൊക്കെ കട്ടാക്കി അത് മുറിച്ച് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ക്യാബേജാണ് റെഡിയാക്കണം കേട്ടോ. അങ്ങനെ ക്യാബേജും കട്ട് ചെയ്ത് വെച്ച് എല്ലാം ക്യാബേജൊക്കെ രാവിലെ തന്നെ കട്ട് ചെയ്ത് വെക്കും. പക്ഷേ ഇതിൻ്റെ കുക്കിംഗ് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ഉണ്ടാക്കുള്ളൂ. നല്ല ചൂടോടെ കഴിക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് ഉണ്ടാക്കുക. അപ്പോഴേക്കും നമ്മൾ സാമ്പാറും എല്ലാം വേവായിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് സാമ്പാർ പൊടിയും കൂടെ ഞാൻ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്താൽ നമുക്ക് വേഗം മിക്സ് ആയിക്കോളും. പിന്നെ ഞാൻ ക്യാബേജിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയും കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും കറി വറവിട്ട് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്യാബേജും കൂടെ വേവിച്ചിട്ടെടുക്കണം. അങ്ങനെ നമ്മളെ ക്യാബേജിൻ്റെ പണിയും സാമ്പാറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കുള്ള പണി എന്ന് പറഞ്ഞാൽ മീൻ വേവിച്ചിട്ടെടുക്കണം. മീൻ മസാല ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ ഞാൻ. അങ്ങനെ ചോറ് ഊറ്റലും കുക്കിങ്ങിൻ്റെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ക്ലീനിങ് ആട്ടോ അടുത്തതായിട്ട് ചെയ്യുന്നത്. ഇങ്ങനെ സിങ്കിൻ്റെ ഭാഗത്തുള്ള ഈ ചുമരിലൊക്കെ എപ്പോഴും ഇങ്ങനെ നമ്മൾ പാത്രം കഴിക്കുമ്പോൾ തെറിച്ചിട്ട് ഇങ്ങനെ അടയാളങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ എന്നും കഴുകുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ പാത്രം കഴുകി കഴിഞ്ഞാൽ ആ വെള്ള ടൈലിട്ട ആ ഭാഗത്തൊക്കെ നല്ലപോലെ ഒന്ന് അരിച്ചു കൊടുക്കും. അപ്പോൾ പിന്നെ നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് വേഗത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റും. അങ്ങനെ കൗണ്ടർ ടോപ്പിൻ്റെ ക്ലീനിങ്ങും സിങ്കിൻ്റെ ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇനി അടുത്തതായിട്ട് ക്ലീൻ ആക്കാനുള്ള ഫ്ലോറാണ് കേട്ടോ. അങ്ങനെ ഫ്ലോറിൻ്റെ ക്ലീനിങ്ങും കൂടി കഴിഞ്ഞാൽ കിച്ചണിലുള്ള പണികളൊക്കെ കഴിഞ്ഞു. പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഫ്ലോർ ക്ലീൻ ചെയ്യാറുള്ളൂ. അങ്ങനെ കിച്ചൻ്റെ ഫ്ലോർ ക്ലീൻ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ അകത്തുള്ള റൂമുകളും എല്ലാം ക്ലീൻ ആക്കും കേട്ടോ. സിറ്റ് ഔട്ടൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കിച്ചണിലേക്ക് എത്തുന്നത്. അങ്ങനെ കിച്ചൺ ക്ലീനിങ് ചെയ്തതോട് കൂടിയിട്ട് തന്നെ ഉച്ചവരെയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വൈകുന്നേരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ണിയപ്പം ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. റവയും മൈദ വെച്ചിട്ടുള്ള ഉണ്ണിയപ്പം, അതിനുള്ള മാവും കൂടെ റെഡിയാക്കി വെക്കണ്ടേ. അങ്ങനെ ഇതാ ശർക്കരയൊക്കെ മെൽറ്റാക്കി മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ മുന്നെങ്കിലും മാവ് റെഡിയാക്കി വെക്കണം കേട്ടോ. എന്നാലേ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഞാൻ മാവൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ അസംസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് അത് ചുട്ടിട്ടെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മളെ ഒരു ദിവസത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു.